32,500 രൂപ കൊണ്ട് ബാങ്കിൽ പോയി. ഒരു പാസഞ്ചർ ആട്ട വിറ്റാണ് കൊണ്ട് അടച്ചത്. NOC ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് NOC തരുവണമെങ്കിൽ 62,000 രൂപ അടച്ചാലേ NOC തരുവുള്ളൂ. ഇൻഡസ്ലാൻഡ് ബാങ്ക് മാനേജറോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പുള്ളി പറയുന്നത് ഇപ്പൊ 36,000-ഓളം പുള്ളി അടച്ചിട്ടുണ്ട്. അന്ന് വന്ന പൈസ അടച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്, 36,000-ഓളം രൂപ. അതെനിക്കറിയില്ല മേഡം, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇതിൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റും. മേലെ ഇപ്പം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല അതെന്താണെന്നുള്ളത്. ഒരു സാധാരണക്കാരൻ ഇൻഡസ്ലാൻഡ് ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. അന്ന് കോവിഡ് കാലത്തായിരുന്നു ഈ ഒരു വായ്പ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് മൊറട്ടോറിയം പ്രഖ്യാപിച്ച സമയമായിരുന്നതുകൊണ്ട് തന്നെ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞ് ആ പലിശ അടക്കണമായിരുന്നു. എന്നാൽ ആ ചേട്ടൻ പലിശ മൊത്തം അടിച്ചു. ഇപ്പോൾ അധിക പലിശ അടക്കണമെന്നാണ് ബാങ്കിൽ നിന്നും കഴിഞ്ഞ ദിവസം നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ നമ്മളോടൊപ്പം ചേരും. ചേട്ടൻ്റെ അവസ്ഥ ഇതാണ്. ഇത് ചേട്ടൻ്റെ വീടാണ്. സുനിൽ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം ഈ വീട്ടിലെ സാഹചര്യങ്ങളും എങ്ങനെയാണ് ഇപ്പം കടന്നു പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ നമ്മളോടൊപ്പം സംസാരിക്കും. ഒരു ലോൺ എടുത്ത് കൊറോണ വന്ന സമയത്ത് എനിക്ക് 4 മാസം അടയ്ക്കാൻ പറ്റിയില്ല. ഈ 4 മാസം അടയ്ക്കാൻ പറ്റാത്തതിന് ഈ ഇവിടെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് വന്ന ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 32,500 രൂപ കൊണ്ട് ബാങ്കിൽ പോയി. ഒരു പാസഞ്ചർ ആട്ട വിറ്റാണ് കൊണ്ട് അടച്ചത്. അടയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ ഇവർ കയ്യിൽ പൈസ വാങ്ങിച്ചില്ല. ഇവർ ലാസ്റ്റ് വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ പൈസ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ 2022 3-ാം മാസമാണ് ഞാൻ വീണ്ടും ഈ പൈസയും കൊണ്ട് ഞാൻ തീർന്നുവെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും അപ്പോഴും ഇവർ പൈസ വാങ്ങിക്കില്ല. പിന്നെ നിർബന്ധിച്ചാണ് ഈ പൈസ അവിടെ ഇടിയിച്ചത്. 5 മാസത്തെ പൈസ അടപ്പിച്ചത്. അത് ഇങ്ങനെ വീണിട്ട് ഞാൻ പിന്നെ ഞാൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞുമില്ല. ഞാൻ അങ്ങനെ ഈ ലോൺ അടച്ചുകൊണ്ടിരുന്നു. അടച്ച് തീർന്ന് 53 മാസമായി ലോൺ അടഞ്ഞ് തീർന്ന്. NOC ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് NOC തരുവണമെങ്കിൽ 62,000 രൂപ അടച്ചാലേ NOC തരുവുള്ളൂ, അല്ലാതെ തരുവില്ലെന്ന് പറഞ്ഞു. ഹെഡ് ഓഫീസിൽ നിന്ന് വരെ പേപ്പർ അയച്ചു തന്നു. എത്രയായിരുന്നു ലോൺ എടുത്തത്? 2 ലക്ഷം രൂപ ലോൺ എടുത്തത്. 2,10,000 രൂപ വരെ ലോണിൽ വെച്ചിരിക്കുന്നു. 2,10,000 രൂപ. ഈ 2,10,000 രൂപയ്ക്കും ഈ 10,000 രൂപയ്ക്കും കൂടെ ഞാൻ പലിശ അടച്ച്, കൂടുതൽ പലിശയാണ് അടച്ചത്. ഈ അടച്ചിട്ടാണ് ഇപ്പം ഈ അധികം പൈസ ഞങ്ങളെ വീണ്ടും പലിശ എക്സ്ട്രാ അടക്കണം എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ 2,000 രൂപ. കൊറോണ സമയത്ത് 4 മാസം അടയ്ക്കാത്തതിന് അതിന് ഒരു മാസത്തേക്ക് 500 രൂപ വെച്ച് 4 മാസം അടയ്ക്കാത്തതിന് 2,000 രൂപ വെച്ച് 3 വർഷത്തെ പലിശ അടയ്ക്കണമെന്നാണ് അവർ പറയണത്. എത്ര രൂപയാണ് 3 വർഷത്തെ പലിശ നമ്മൾ അടയ്ക്കണം. ഇപ്പം ചേട്ടൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം ചേട്ടൻ കുടുംബശ്രീയുടെ വേസ്റ്റ് എടുത്താണ് ഇപ്പം ജീവിക്കുന്നത്. സ്വന്തമായിട്ട് കടക്കാടയില്ല. ഇത് പുറമ്പോക്ക് വീടാണ്. ഈ ഒരു പെട്ടിയാട്ടം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബശ്രീയുടെ വേസ്റ്റ് എടുത്താണ് ജീവിക്കുന്നത്. ആ വേസ്റ്റ് എടുത്തിട്ട് തന്നെ വണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതാണ് ഇതിൽ കിട്ടുന്നത്. നമ്മളെ വീട്ടിൽ ചിലവും പിള്ളേരെ പഠിത്തവും പോയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. തുച്ഛമായ പൈസ ആയിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് അടച്ചനെ. ഇത് 60, 62, 77 അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അത് എത്രയും നിവൃത്തി കൊണ്ട് അടയ്ക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അടയ്ക്കാത്തത്. ഇപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എൻ്റെ മോള്, എൻ്റെ മോൻ, ഞാൻ, എൻ്റെ ഭാര്യ, ഒരു ഭാര്യയുടെ അമ്മ, 5 പേര്. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ് നിലവിൽ? എനിക്ക് എൻ്റെ NOC കിട്ടണം. ഇത് തുച്ഛമായ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കാം, ബാങ്കിൽ കൊടുക്കാം. ഇത്രയും വലിയ പൈസയൊന്നും എനിക്ക് കൊടുക്കാനില്ല. എന്തെങ്കിലും നമ്മൾ ആ 4 മാസത്തെ എന്തെങ്കിലും എന്തായാലും ഒരു ഇത് വന്നാൽ നമുക്ക് കുറച്ച് തുച്ഛമായ ഒരു പൈസ ആണെങ്കിൽ കൊടുക്കാം. ഒരുപാട് പൈസയൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. കാരണം അവരും ബാങ്കിലിരിക്കുന്നവരും പലിശയ്ക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഇത്രയും പലിശയൊന്നും നമുക്ക് കൊടുക്കാനില്ല. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്കത് കൊടുത്ത് എനിക്ക് NOC വാങ്ങിച്ച് തരണം. അത്രയേ ഉള്ളൂ. ഇപ്പം ബന്ധപ്പെട്ട അധികൃതർക്ക് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി മെസ്സേജ് അയച്ചു തന്ന് വേറൊരു ആളെ അയച്ച് അയാളെ വിളിച്ചാൽ പറഞ്ഞ് അവരൊന്നും പറയണില്ലെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പിന്നെ അവരെ ഞാൻ വിളിച്ചില്ല. റിസർവ് ബാങ്കിൽ പരാതി കൊടുത്ത് അവർ പറഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആ ബാങ്കിൽ വേറെ ലോൺ ഉണ്ടായിരുന്നു, 2 വീലറിൻ്റെ ലോണും ഒരു പേഴ്സണൽ ലോണും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അടഞ്ഞു തീർന്ന് എനിക്ക് അതിൻ്റെ NOC വിളിച്ച് തരാമെന്ന് പറഞ്ഞ് ഈ ലോണിൽ കയറ്റി വെച്ചാണ് അവരോട് ഞാൻ ലോൺ അടയ്ക്കാത്തതുകൊണ്ടാണ് അവർ തരാത്ത. ഇനി ഞാൻ ലോൺ അടയ്ക്കാനുണ്ടെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടു ബാങ്കുകാരെ. അപ്പോൾ അതുകൊണ്ട് അവരും ഇതുപോലെ പറഞ്ഞ് ഇത് നിങ്ങൾ ലോൺ അടയ്ക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആ പരാതിയിലൊന്നും തീരുമാനമായില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു പേരും പറഞ്ഞാണ് ഈ പലിശയുടെ പൈസയാണ് ചോദിക്കുന്നത്. കൊറോണ സമയത്തുള്ള NOC തരുന്നില്ല. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം ഉണ്ട്. 53 മാസം അടച്ചതും ഈ 2022 3-ാം മാസം 32,500 രൂപ ഒരുമിച്ചാണ് അടച്ചത്. 5 മാസത്തെ ഒരുമിച്ച്. ഈ 4 മാസം അടയ്ക്കാത്തതിന് ആ പൈസ ഒരുമിച്ച് അടച്ചിട്ടും അത് അവർ കൈവിട്ട് വാങ്ങിക്കുന്നില്ല. നിർബന്ധിച്ചിട്ടാണ് അടച്ചു വാങ്ങിച്ചത്. ഇപ്പോൾ ഈ പലിശയ്ക്ക് വേണ്ടിയാണ് ഇവർ മിണ്ടണില്ല. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ വിളിക്കണില്ല. ഇവർ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് അവർ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ബാങ്കിൽ വിളിക്കുക, നിങ്ങൾക്ക് പലിശ കൂടുമ്പോൾ നിങ്ങൾ വന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ വിളിക്കുകയൊക്കെ ഇല്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. മിണ്ടാതിരിക്കുകയാണ്. കാരണം മാസം 2,000 രൂപ പലിശ. കൊറോണ സമയത്ത്
നമ്മൾ അടയ്ക്കാത്തതിന് മാസം 2000 രൂപ വെച്ച് എന്ന് കൊറോണ ലോക്ക്ഡൗൺ ആയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ 2000 രൂപ വെച്ച് അവർ പലിശ കൊടുക്കണമെന്നാണ് അവർ പറയണത്. ഒരു ബാങ്കിലും ഇങ്ങനെ ഇല്ല, ഈ ഇൻഡസ്ട്രിയൽ ബാങ്ക് മാത്രമേ ഇങ്ങനെ പറയണത്. എന്തായാലും അദ്ദേഹം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും തുക അദ്ദേഹത്തിന് ഇപ്പോൾ അടക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും വളരെ മോശമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇൻഡസ്ലാൻഡ് ബാങ്ക് മാനേജറോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം ഒന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഹലോ, ഇത് ഇൻഡസ്ലാൻഡ് ബാങ്ക് മാനേജർ അല്ലേ? അതെ അതെ. പ്രസ് എന്നാണ് വിളിക്കുന്നത്. പ്രസ്സോ? ആ അപ്പം ഈ കെ സുനിൽ എന്ന് പറഞ്ഞ ഒരാള് അവിടുന്ന് ലോൺ എടുത്തിട്ടില്ലേ 2 ലക്ഷം രൂപയോളം? സുനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000 അക്കൗണ്ട്. ഏത് സുനിലാണ് മനസ്സിലായില്ല. കെ സുനിൽ, ഈ ആറ്റുകാലാണ് പുള്ളിയുടെ വീട് വരുന്നത്. അപ്പം ലോൺ അവരുടെ കസ്റ്റമർ ഉണ്ട്. പറഞ്ഞോളൂ. അപ്പം പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളി മൊത്തം രൂപ അടച്ച് തീർത്തു. അപ്പം പിന്നെ അധിക പലിശ അടക്കണം എന്നാണ് ബാങ്ക് എന്ന് പറയുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഞങ്ങളോട് പറഞ്ഞായിരുന്നു പുള്ളി. അത് ഓൾറെഡി പുള്ളി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ട് അവിടെ നിന്ന് അവർക്ക് ഗവൺമെന്റ് അത് മനസ്സിലായിട്ട് അത് അടച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ഓൾറെഡി നമ്മൾ ബാങ്കിൽ നിന്ന് പറഞ്ഞതാണ്. പുള്ളി ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ഇത് പോയതാണ്. പ്രസിനൊക്കെ പോകുന്നതിന് മുന്നേ ഗവൺമെന്റ് തന്നെ പരാതി കൊടുത്തിട്ടുള്ള കേസാണ്. അതിൽ ഒരു തീരുമാനമാകാത്ത കാര്യമാണ്. അല്ല, ഇപ്പം പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് അടയ്ക്കാൻ ഉള്ളതെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് അത് അധിക പലിശ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ നിയമങ്ങളുണ്ട്. അപ്പോൾ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ അതിന്റെ പലിശ വരും. അത് അടയ്ക്കാനും പുള്ളിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇപ്പൊ ഈ കോവിഡ് സമയത്തുള്ളത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മൊറട്ടോറിയത്തിന് ഉള്ള ഇൻട്രസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. മൊറട്ടോറിയത്തിന് ഇൻട്രസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. ആ ഗവൺമെന്റ് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. അല്ല, പുള്ളി പറയുന്നത് ഇപ്പൊ 36,000-ഓളം പുള്ളി അടച്ചിട്ടുണ്ട്. അന്ന് വന്ന പിന്നെ എന്താ പൈസ അടച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. 36,000-ഓളം രൂപ. അതെനിക്കറിയില്ല മേഡം. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഇതിൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റും. മേഡം ഇപ്പം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല അതെന്താണെന്നുള്ളത്. എന്തായാലും ഇത് ഒരുപാട് കംപ്ലൈന്റ് പോയിട്ട് അത് തീരുമാനമാണ്. ഗവൺമെന്റ് ഭാഗത്ത് തന്നെ മൊറട്ടോറിയത്തിന്റെ ഇൻട്രസ്റ്റ് അടച്ചാൽ മതിയാവുന്നുള്ള ഒരു തീരുമാനമായ കേസാണ്. പിന്നെ എന്താണ് പുള്ളിയുടെ ആവശ്യം എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 66,000 രൂപ ഈ സുനിൽ എന്ന വ്യക്തി അടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ബാങ്കിൻ്റെ ഒരു പ്രൊസീജിയറാണ്, ഇത് അടച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് നിലവിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ 66,000 രൂപ അടക്കാൻ സാധിക്കില്ല. ഈ എമൗണ്ട് കുറച്ച് ഒരു തുക അദ്ദേഹത്തിന് അടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ NOCയും തിരിച്ച് നൽകണമെന്നുള്ള ആവശ്യങ്ങളാണ് സുനിൽ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.